നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നാടകരംഗത്ത് നിന്നും മിമിക്രിയിലൂടെയും കോമിക് കാസറ്റുകളിലൂടെയുമാണ് ദിലീപ് സിനിമയിലേക്ക് എത്തുന്നത്. സംവിധായകൻ കമലിന്റെ സഹായിയായി പ്രവർത്തിച്ച ശേഷമാണ് അദ്ദേഹം അഭിനയത്തിലേക്ക് തിരിയുന്നത്. 1991 റിലീസ് ചെയ്ത എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. തുടർന്ന് മഴവില്ല്, മാനത്തെ കൊട്ടാരം, സല്ലാപം, കുടമാറ്റം തുടങ്ങിയ സിനിമകളിലും അദ്ദേഹം നായകനിരയിലേക്ക് ഉയരുകയായിരുന്നു. എന്നാൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം ദിലീപിന്റെ സ്വീകാര്യതയിൽ കാര്യമായ ഇടിവ് ഉണ്ടായിട്ടുണ്ട്. ഈ കേസിൽ വിചാരണ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിലും അതിനെതിരെ സർക്കാർ അടക്കമുള്ള മേലധികാരികൾക്ക് ഇപ്പോഴും അപ്പീലുമായി മുന്നോട്ടു പോവുകയും നിയമ പോരാട്ടം അതിജീവിതയും പ്രതികളിൽ ഒരാളും സിനിമാ മേഖലയിൽ നിന്നായതുകൊണ്ട് തന്നെ കേസിൽ അതിജീവിത സ്വീകരിച്ച ശക്തമായ നിലപാടുകളുമെല്ലാം തന്നെ കാരണമായ വിഷയം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുവാൻ കാരണമായിരുന്നു. ഒരു സമയത്ത് ദിലീപ് എന്ന് പേര് പറഞ്ഞാൽ പോലും വിമർശനങ്ങൾ പറയുന്നവർക്ക് കിട്ടുമായിരുന്നു. അത്രയേറെ സൈബർ അറ്റാക്കും നേരിട്ടുള്ള അറ്റാക്കും ദിലീപും ദിലീപിനെ സ്നേഹിക്കുന്നവർക്കും നേരിട്ടിരുന്നു. അതിനുശേഷം പൊതുവെ മാധ്യമങ്ങൾക്ക് അധികം മുഖം കൊടുക്കാതെ നടക്കുകയാണ് ദിലീപ്. കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതിയിൽ ഇരിക്കുന്ന വേളയിൽ പോലും സിനിമാ പ്രമോഷനുകളിൽ അധികം അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും അടുത്ത കാലത്തായി താരം ധാരാളം പ്രമോഷണൽ പരിപാടികളിലും അഭിമുഖങ്ങളിലും ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദിലീപ് എന്ന മനുഷ്യന്റെ മനുഷ്യത്വത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ സംസാരം മുഴുവനും. ദിവസങ്ങൾക്ക് മുൻപ് ഒരു പരിപാടിയിൽ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങളും അടുത്തിടെ നടന്ന കൊച്ചിൻ ഹനീഫയുടെ വീടിന്റെ പാല് കാച്ചൽ ചടങ്ങിന് ശേഷം വന്ന വീഡിയോകളും ആണ് അതിന്റെ പ്രധാന കാരണമായിരിക്കുന്നത്. അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം പലരും വീട്ടിലേക്ക് വരികയും ആദരവ് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പലരും അതിനുശേഷം തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. പക്ഷേ ദിലീപ് ഏട്ടൻ ഫോൺ കോളുകൾ എല്ലാ ആഴ്ചയും വരാറുണ്ട്. അമ്മ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും കോളുകൾ വരിക. ഇടയ്ക്ക് കാവ്യ മാധവനൊപ്പം വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ഞാൻ കാരണമാണ് അത് മുടങ്ങിയത് എന്നായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത്. പലരും വാക്കുകളിൽ മാത്രം ഒതുക്കുന്ന സ്നേഹത്തെ കരുതലും ദിലീപ് പ്രകടനത്തിലൂടെ കാണിക്കാവുന്നത് എങ്ങനെയാണ് എന്ന തരത്തിലായിരുന്നു അന്ന് സംസാരിച്ചിരുന്നത്. പിന്നീട് ഇപ്പോൾ ഇതാ കൊച്ചിൻ ഹനീഫയുടെ കുടുംബം പുതിയ വീട്ടിലേക്ക് താമസം മാറി. അവിടെ പാല് കാച്ചലിനെ ഏറ്റവും ആദ്യം ശ്രദ്ധ നേടിയത് ദിലീപ് തന്നെയാണ്. ഈ 16 വർഷക്കാലം എങ്ങനെയൊക്കെ ദിലീപേട്ട് ഞങ്ങളെ സഹായിച്ചു എന്ന് കൊച്ചിൻ ഹനീഫയുടെ അളിയൻ പറഞ്ഞ വാക്കുകളും ആരാധകർ ഏറെ ബഹുമാനത്തോടെയാണ് കേട്ടത്. കൊച്ചിൻ ഹനീഫ മരണപ്പെട്ടപ്പോൾ ഇരട്ടക്കുട്ടികൾക്ക് 2 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഈ 16 വർഷത്തിനിടയ്ക്ക് എന്ത് കാര്യത്തിനും ആദ്യം ഓടിയെത്തിയതും സഹായം നൽകിയതും ദിലീപേട്ടനാണ്. ഒരു കോളിന് അപ്പുറത്തേക്ക് അദ്ദേഹമുണ്ട്. ഷൂട്ടിംഗ് തിരക്കുകളിൽ കോൾ മിസ്സായാൽ പിന്നെ തിരിച്ചു വിളിച്ചിട്ട് ഒരു 100 സോറി പറഞ്ഞിട്ടുണ്ടാകും. ദിലീപേട്ടന്റെ ജീവിതത്തിൽ ഒരു മോശം അനുഭവം ഉണ്ടായി. അദ്ദേഹം ജയിലിലായപ്പോഴും ഹനീഫിക്കയുടെ കുടുംബത്തിലേക്ക് എത്തേണ്ടത് കൃത്യമായി എത്തണം എന്ന് പറഞ്ഞേൽപ്പിച്ചിരുന്നു അത്രേ. ഇത്രയും വർഷം ഇക്കാര്യങ്ങളൊന്നും ദിലീപ് എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സഹായം കിട്ടിയവരായി തുറന്നു പറയുമ്പോഴാണ് ദിലീപ് എന്ന നന്മമരത്തെ പ്രശംസിച്ച് സോഷ്യൽ മീഡിയയും എത്തുന്നത്. കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിന് മാത്രമല്ല, താൻ ജയിലിൽ ആയപ്പോഴും സഹായിച്ചിരുന്നവരെ ആരുടെയും കാര്യത്തിൽ മുടക്കം വരരുത് എന്ന് ദിലീപ് പ്രത്യേകം പറഞ്ഞിരുന്നു അത്രേ. വെട്ടം എന്ന സിനിമയിൽ നായക ദിലീപിനെ കുറിച്ച് പറയുന്ന അതേ ഡയലോഗിനൊപ്പമാണ് ഇത്തരം സാഹിത്യത്തിന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുറത്തുവരുന്ന വീഡിയോകളിൽ പറയുന്നത്. അയാൾ കള്ളനൊന്നുമല്ല സാർ, ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് എന്നതാണ് ആ ഡയലോഗ്. ദിലീപിനെ പിന്തുണച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് എവിടെയും വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെ 16 വർഷം സംരക്ഷിച്ച ദിലീപ് വലിയവനാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ പല അഭിമുഖങ്ങളിലും ദിലീപ് പറഞ്ഞിട്ടുള്ള വീഡിയോകളും ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് ഒരാളെ കുറിച്ച് പോലും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല എന്ന ദിലീപിന്റെ വാക്കുകളാണ്. ഇന്ന് വരെ ഒരാളെക്കുറിച്ചും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. ആരെങ്കിലും കുത്തി പറയുകയോ മനസ്സ് വിഷമിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പരിപാടിക്കും ഞാൻ നിന്നിട്ടില്ല. ഒരു മോശം അവസ്ഥയിൽ ഒരാൾക്കും മെസ്സേജിലൂടെ പോലും വേദനിപ്പിക്കുന്ന ഒന്നും തന്നെ അയക്കാത്ത ആളാണ് ഞാൻ. അത്രയും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇത് വളരെ കൂടിപ്പോയി. തനിക്ക് നേരെ വന്ന കേസിനെ കുറിച്ചാണ് ദിലീപ് സംസാരിക്കുന്നത്. എന്നെ ആർക്കും എറിയാം, ഞാൻ ഒന്നും പ്രതികരിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്നെ വിട്ടേക്ക്. ഞാൻ സംസാരിച്ചാൽ ഭയങ്കര കുഴപ്പമാണ്. ഞാൻ എല്ലാത്തിൽ നിന്നും മാറി നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആരെക്കുറിച്ചും ഒന്നും പറയാനോ ആരുടെയും പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുവാനോ ഞാൻ ഒന്നിനും വരുന്നില്ല. എന്റെ പേഴ്സണൽ കാര്യത്തിലും ആരും വരേണ്ട, എന്നെ വിട്ടേക്ക് എന്നാണ് ദിലീപ് പറയുന്നത്. BGM എല്ലാം ഇട്ടുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ ആരെയും വില കുറച്ച് കാണരുത് എന്നും ദിലീപ് പറയുന്നുണ്ട്. എപ്പോഴാണ് ആരാണ് നമ്മളെ സഹായിക്കുന്നത് എന്ന് അറിയില്ല. എല്ലാവരും കഴിവുള്ള ആൾക്കാരാണ്.
എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. ഒരു അവസരം കിട്ടിയാൽ ആരും നല്ല രീതിയിൽ വളരും എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. സിനിമാ നടൻ ആവണം എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് മിമിക്രിയിലൂടെ തന്റെ ടീനേജ് പ്രായത്തിൽ കരിയർ ആരംഭിച്ചതാണ് ദിലീപ്. പെട്ടെന്ന് നടനാവുക അസാധ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കമലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടി ആയി. ചെറിയ ചെറിയ റോളുകൾ ചെയ്തുകൊണ്ട് തന്നിലെ നടനെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. നായകനായി അരങ്ങേറിയതിനു ശേഷം ജനങ്ങൾക്കും പ്രത്യേകിച്ച് കുട്ടികളെ ആകർഷിക്കുന്ന വിവിധ തമാശ ചിത്രങ്ങൾ ചെയ്തു. അതിലൂടെ ജനപ്രിയ നായകനായി വളരുകയായിരുന്നു. തന്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ നിന്നവരെയും ദിലീപ് ചേർത്ത് പിടിക്കുകയായിരുന്നു. താരസംഘടനയുടെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും തിയേറ്റർ ഓണർ അസോസിയേഷന്റെയും തലപ്പത്ത് ദിലീപ് എത്തിയതിനു പിന്നിലും നിരന്തരമായ ശ്രമങ്ങളുണ്ട്. അങ്ങനെ ആരാലും തകർക്കാൻ കഴിയാത്തവനായി ദിലീപ് വളർന്ന് പന്തലിച്ചു നിൽക്കുമ്പോഴാണ് നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടാകുന്നത്. അതിൽ പ്രതിചേർക്കപ്പെട്ടതോടെയാണ് സിനിമാ ജീവിതം നിലം പതിച്ചത്. കേസിൽ ദിലീപ് കുറ്റവിമുക്തനാണെന്ന് കോടതി വിധിച്ചിട്ടുണ്ടെങ്കിലും അത് ഭൂരിപക്ഷം ജനങ്ങളും അംഗീകരിച്ചിട്ടില്ല. സിനിമയിൽ തുടർ പരാജയങ്ങളാണ് ദിലീപിന് നേരിടേണ്ടി വരുന്നത്. വ്യക്തിപരമായ തകർച്ചകളെയും കരിയറിലെ തിരിച്ചടികളെയും അതിജീവിച്ച് സിനിമയിൽ സജീവമാകാൻ ശ്രമിക്കുമ്പോഴും ദിലീപിന്റെ പേര് എപ്പോഴും വിവാദങ്ങളുടെയും വലിയ ചർച്ചകളോടും ചേർന്ന് തന്നെയാണ് വായിക്കപ്പെടുന്നത്. സിനിമാ മേഖലയിലെ സ്വാധീനങ്ങളും വ്യക്തിജീവിതത്തിലെ കയറ്റിറക്കങ്ങളും ഒരു മനുഷ്യന്റെ കരിയറിനെ എങ്ങനെ മാറ്റിമറിക്കാം എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ദിലീപിന്റെ ജീവിതം ഇപ്പോൾ.